അയ്യപ്പൻകോവിൽ ഇടപ്പോക്കളത്ത് വീടിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു. ഇടപ്പോക്കളം കൊച്ചുപുരയ്ക്കൽ ബെന്നിയുടെ വീടിനെ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം നടന്നു. കതകിന് തീപിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്ന് പുലർച്ചെ 2:45 സംഭവം ഉണ്ടായത്. പ്ലാസ്റ്റിക് ചാക്കിൽ കുപ്പി നിറച്ച ശേഷം മുൻവശത്തെ വാതിലിന് മുന്നിലും പിൻവശത്തെ വാതിലിന് മുന്നിലും കൊണ്ടുവച്ച ശേഷം വീടിന് ചുറ്റും കതകിലും ജനാലയിലും കൊണ്ടുവച്ച ചാക്കിലും കാർപോർച്ചിൽ കിടന്ന കാറിലും പെട്രോൾ ഒഴിച്ച ശേഷമാണ് മുൻവശത്ത് തീയിട്ടത്. മുൻവശത്ത് തീ പടരുന്ന ഉടൻ തന്നെ വീട്ടുകാർ അറിഞ്ഞു. ഉടനെ വീട്ടിലുള്ളവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചതോടെ ആരോ ഓടിമറയുന്നത് കേട്ടു. മുൻവശത്തും മാത്രമാണ് തീ പടർന്നു പിടിച്ചത്. പിൻവശത്ത് തീരുന്നതിന് മുന്നേ ആളുകൾ എഴുന്നേറ്റതിനാൽ അക്രമിക്ക് തീയിടാൻ കഴിഞ്ഞില്ല. ബെന്നിയുടെ മകൻ ലിബിനാണ് തീ ആളിപ്പടരുന്നത് കണ്ടത്. മുൻവശത്തെ ചുവരുകൾക്കും കതകിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബെന്നിയുടെ ഭാര്യ ലീനയും മകൾ ബെല്ലിനും 5 വയസ്സുള്ള കുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. കുടുംബസമേതം ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ രാത്രി 2:45 കൂടി അത് പെട്ടെന്ന് ഒച്ച കേട്ട് മോൻ എഴുന്നേറ്റും നോക്കിയപ്പോൾ കഥന് തീർന്നിട്ട് കാണുന്നു. അപ്പം മോൻ എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി. ആ തീയാണ് പുറത്തെ വാസിൽ കൂടെ ഇറങ്ങി. ഒച്ച കേട്ടോണ്ട് ആരും ഓടുന്ന ഒച്ച കേട്ടു. ഞങ്ങൾ ഒച്ച വെക്കുന്നുണ്ട്. പുറത്തെ വാതിൽ തുറന്നിറങ്ങി അവിടെ പെട്രോൾ ഒഴിച്ചിരിക്കുക മൊത്തം ചാക്കിൻ വളാശിൽ ഇട്ടിട്ട്. പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വളാശിച്ച് ചാക്ക് നിറയെ വളാശി കുപ്പിയിൽ വെച്ചിട്ട് പെട്രോൾ എന്തോ കെമിക്കൽ ഒഴിച്ച് തീ കത്തിരിക്കുകയാണ്. വീടിന് ചുറ്റത്തിയും ജനൽ വഴിയും വണ്ടിയിലെല്ലാം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി വന്നുകൊണ്ട് സിറ്റ് ഔട്ടിലെ ഫ്രണ്ടിലത്തെ കത്തിനാണ് തീ കത്തിയത്. അന്നത്തേക്കും ആളുകൾ ഓടി പോവുകയും പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും ചെയ്തു. നാട്ടുകാരും അയൽക്കാരെല്ലാം വരികയും ചെയ്തിരുന്നു. തീ കത്തുന്നത് തുടക്കത്തിൽ തന്നെ അറിഞ്ഞതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിച്ചു. നാട്ടുകാരെത്തി തീ അണച്ചു. കാറിന്റെ ഭാഗത്തേക്ക് തീ പടരും മുന്നേ തീ അണയ്ക്കാൻ കഴിഞ്ഞതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. മുൻവശത്ത് തീ കത്തുന്നത് കണ്ട് കുഴഞ്ഞു വീണ ബെന്നിയെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി തിരികെ എത്തിച്ചു. വീടിന് തീയിട്ടതറിഞ്ഞ ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് രാത്രി തന്നെ വീട്ടിലെത്തി കേസെടുത്തു. വിരലടയാള വിദഗ്ധരും പോലീസ് നായും ഇന്ന് ഉച്ചയോടെ വീട്ടിലെത്തി പരിശോധന നടത്തി. പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പ.